പ്രത്യയശാസ്ത്ര സംഘടനം ഹിംസയിൽ അവസാനിക്കുകയും നാട്ടിൻപുറം ആയുധ സംഭരണിയായി മാറുകയും ചെയ്യുന്ന വർത്തമാനകാല ഭീതിയിൽ നിന്നാണ് സുദേവന്റെ ക്രൈം നമ്പർ 89 എന്ന ചിത്രം സംസാരിക്കുന്നത്. ഉന്മൂലന രാഷ്ട്രീയത്തോട് ഐക്യദാർഢ്യവും വിസമ്മതവും വിയോജിപ്പും നിസ്സംഗതയും പുലർത്തുന്ന സമൂഹത്തിന്റെ ഭിന്നാവസ്ഥകളിലാണ് ഈ ചിത്രം നിലയുറപ്പിക്കുന്നത്. വൈഡ് ഫ്രെയിമിലെ കൊടിമരവും നായകനെ ശിക്ഷിക്കാനുള്ള വില്ലനുമായി മുഖ്യധാരാ സിനിമയിൽ രാഷ്ട്രീയം ചുരുങ്ങുമ്പോൾ ക്രൈം നമ്പർ 89 നാം ജീവിക്കുന്ന കാലത്തെക്കുറിച്ചുള്ള ഏറ്റുപറച്ചിലാണ്. പെരിങ്ങോട് എന്ന ഗ്രാമവും പേസ് ട്രസ്റ്റ് എന്ന കൂട്ടായ്മയും സാധ്യമാക്കിയ ചിത്രമാണ് ക്രൈം നമ്പർ 89. നാഗരിക ജീവിതത്തിലെ ബാൽക്കണി കാഴ്ചകളിലും ലോല ഗൃഹാതുരതയിലും മാത്രമാണ് നാടിനെയും നാട്ടുമനുഷ്യനെയും നമ്മുടെ സിനിമ പരിഗണിക്കാറുള്ളത്. നഗരത്തിലെ തിരക്കേറിയ ഹൈവേയിലൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങുന്ന ജീപ്പിൽ നിന്നാണ് ക്രൈം നമ്പർ 89 തുടങ്ങുന്നത്. കൂട്ടത്തിലുള്ള ആരോ ഒറ്റിയിട്ടുണ്ടെന്നും മറ്റൊരു വഴിയിലൂടെ യാത്ര മാറ്റണമെന്നും നിർദ്ദേശമെത്തുകയാണ്. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നാട്ടുപാതയിലൂടെ നീങ്ങാൻ തീരുമാനിക്കുകയാണ് ജീപ്പിനകത്തുള്ള രണ്ടുപേർ. ഊടുവഴികളിൽ വെച്ച് ജീപ്പ് ബ്രേക്ക് ഡൗൺ ആവുന്നു. എന്താണെന്നറിയില്ല, ഓഫായി. ഒന്നും കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്ക്. നോക്കാം. ജീപ്പിന്റെ തകരാർ പരിഹരിക്കാനെത്തുന്ന മെക്കാനിക്കിലൂടെയാണ് തുടർന്നുള്ള കഥ. നിറയെ ആയുധവുമായി പുറപ്പെട്ടതായിരുന്നു വണ്ടി. ഹിംസയുടെ രാഷ്ട്രീയത്തിന്റെ ഇരട്ട മുഖങ്ങളെയും സാമൂഹ്യ വിപത്തുകളോടുള്ള സമൂഹത്തിന്റെ ഭിന്ന നിലപാടുകളെയും ക്രൈം നമ്പർ തുറന്നുകാട്ടുന്നു. ജീപ്പിൽ ആയുധവുമായി എത്തിയ രണ്ടു പേരിലൊരാൾ ചോദ്യം ചെയ്യുന്നവനെയും സംശയിക്കുന്നവനെയും തൽക്ഷണം ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന തീവ്രാശയക്കാരനാണ്. നയചാതുരിയോടെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ സൗമ്യഭാവത്തിലെത്തുന്നയാളാണ് രണ്ടാമൻ. മെക്കാനിക്ക് നിലപാട് വ്യക്തമാക്കുമ്പോൾ അങ്ങേയറ്റം ആക്രമണകാരിയാവുന്നതും സൗമ്യഭാവമുള്ളയാളാണ്. ജീപ്പാണ് വഴി കിടക്കുക. ഞാനിവിടുന്ന് പുറത്തു പോയി പണിക്കാരൊന്നുമില്ല. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങോട്ട് കൊണ്ടുവച്ചാൽ നേരെ തരാം. അല്ല, സ്റ്റാർട്ടാവുന്നില്ലേ? സ്റ്റാർട്ടാവാതെ എങ്ങനെയാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ആസ്വാദകന് സ്വതന്ത്ര വ്യാഖ്യാനത്തിൽ അസാധാരണ മാനങ്ങളിലേക്ക് എത്തിച്ചേരാവുന്ന തരത്തിലാണ് ക്രൈം നമ്പറിന്റെ ഘടന. മെക്കാനിക്കിനെ പരിചയപ്പെടുത്തുമ്പോൾ അയാൾ തന്നേക്കാൾ പാതി പ്രായം തോന്നിക്കുന്ന പയ്യനുമായി ആടും പുലി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വർക്ക്ഷോപ്പിലെ നട്ടും ബോൾട്ടും ഉപയോഗിച്ചാണ് കളി. പയ്യൻ മടുപ്പിൽ എഴുന്നേൽക്കുമ്പോൾ തോറ്റുകൊടുത്താണ് അയാൾ ആടും പുലി തുടരുന്നത്. ജീപ്പിന്റെ തകരാർ പരിഹരിക്കാനുണ്ടെന്ന ആവശ്യവുമായി എത്തിയ ആളോടും നിസ്സംഗതയോടെയാണ് മെക്കാനിക് ഇടപെടുന്നത്. പുറമേക്ക് പോയി ജോലി ചെയ്യാൻ അയാൾക്ക് താല്പര്യമില്ലെന്ന് തോന്നിപ്പിക്കും വിധമാണ് പ്രതികരണം. കൂടുതൽ പണം നൽകാമെന്ന പ്രലോഭനമാണ് അയാളിലെ താല്പര്യമില്ലായ്മയും അലസതയും മാറ്റുന്നത്. പിന്നെ നിങ്ങളുടെ ഈ അവസ്ഥ ഇതായതുകൊണ്ട് വന്ന് ശരിയാക്കി തരാന്ന് മാത്രമേ ഉള്ളൂ. 1000 ഉറുപ്പിയാവും. കുഴപ്പമില്ല. തരാം. വണ്ടി നേരെ കിട്ടിയാൽ മതി. എന്താ കംപ്ലൈന്റ് കാണിച്ചത്? അല്ല, അത് വണ്ടി വരുന്ന സമയത്ത് പെട്ടെന്ന് നിന്നു പോയതാ. അത് ശരി. ഒന്ന് ഫാസ്റ്റാക്കാം. റബ്ബർ എസ്റ്റേറ്റിലെ ഒറ്റപ്പെട്ടയിടത്ത് കേടായ ജീപ്പിനടുത്തേക്ക് അയാൾ എത്തുന്നു. ആയുധക്കടത്ത് നടത്തുന്ന ക്രിമിനലുകളാണ് ജീപ്പിൽ ഉണ്ടായിരുന്നതെന്നും വണ്ടിയിൽ നിറയെ ആയുധങ്ങളാണെന്നും മെക്കാനിക്ക് തിരിച്ചറിയുമ്പോൾ അയാൾക്ക് മുന്നേ പ്രതികരിക്കുന്നത് ക്രിമിനലുകളിൽ ഒരാളാണ്. പണത്തിനും പ്രലോഭനങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ എളുപ്പം വഴങ്ങുന്നവരാണ് സാധാരണക്കാരെന്ന മുൻവിധിയെ തകർത്തു കളയുകയാണ് മെക്കാനിക്കിലൂടെ സുദേവൻ. രണ്ട് തീവ്രവാദികളും അവരുടെ കയ്യിലകപ്പെട്ട രണ്ട് സാധാരണക്കാരും തമ്മിലുള്ള വാക്കേറ്റമായി ക്രൈം നമ്പർ തുടരുമ്പോൾ നിലപാടുകളിലെ ദ്വന്ദ്വവും കാണാനാകുന്നു. തീവ്രവാദികളിലൊരാൾ മെക്കാനിക്കിനെ ക്രൂരമായി ആക്രമിക്കുമ്പോഴും അയാൾ കരയുകയോ തിരിച്ചടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല. ഞാൻ നേരെയാക്കിയിട്ട് ഈ വണ്ടിയുമായി നിങ്ങൾ ഇവിടം വിട്ട് പോകില്ല എന്ന വിസമ്മതത്തിലാണ് അയാളുടെ പ്രതിഷേധവും പ്രതിരോധവും നിലപാടുറപ്പുമുള്ളത്. ഒന്ന് വരൂ. തീവ്രവാദത്തിന്റെയും രാഷ്ട്രീയ അരുംകൊലയുടെയും വിശകലനങ്ങളിലേക്ക് പോയാൽ പ്രലോഭനങ്ങളും ഭീഷണികളും നിസ്സഹായതയും കുറ്റവാളികളെ സൃഷ്ടിക്കുന്നത് കാണാനാകും. ഈ സാമൂഹ്യ സാഹചര്യമാണ് ക്രൈം നമ്പർ 89 പ്രസക്തമാക്കുന്നതും.
മെക്കാനിക്കിനൊപ്പം ക്രിമിനലുകൾക്ക് മുന്നിൽ അകപ്പെട്ട ആൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അടുത്തയാഴ്ച തന്റെ കല്യാണമാണ്, ജീപ്പ് നന്നാക്കി കൊടുത്താൽ രണ്ടാൾക്കും രക്ഷപ്പെടാമെന്ന പ്രായോഗികതയാണ് അയാൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ വണ്ടിയിൽ എന്താണെന്ന് അറിയാമോ എന്ന മെക്കാനിക്കിന്റെ ചോദ്യത്തിന് അത് കേൾക്കാനോ എന്തായാലും നമുക്കെന്താ എന്ന നിലപാടുമാണ് അയാളുടേത്. വേഗം ശരിയാക്കാൻ പറ, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യല്ലേ. പറയാം. അല്ല, അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഇത് ഇപ്പം എന്താ അവിടെ നിന്ന് പോയതിൻ്റെ കാര്യം? അതതിൻ്റെ ഡീസൽ പൈപ്പ് പൊട്ടിയതാ. നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റില്ലേ? അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്നും ഇടാനൊന്നും പറ്റില്ല. ആര് പുതു മേടിക്കുക 10-60 രൂപയിലേ വരൂ. സമൂഹത്തെ രണ്ട് ദ്വന്ദ്വങ്ങളിൽ നിർത്തുകയാണ് സംവിധായകൻ. സ്കൂട്ടർ നഷ്ടപ്പെട്ടപ്പോഴും തീവ്രവാദികളോടല്ല ജീപ്പ് നന്നാക്കാൻ തയ്യാറാകാത്ത മെക്കാനിക്കിനോട് വിവാഹം ക്ഷണിക്കാൻ പോകുന്നതിനിടെ അപകടത്തിലായ രണ്ടാമന് ദേഷ്യമുണ്ടാകുന്നു. ജീപ്പിന്റെ കേട് തീർത്ത് സ്വന്തം ജീവൻ രക്ഷിക്കാൻ നോക്കൂ എന്ന തീർപ്പിലേക്ക് പ്രേക്ഷകരെ പോലും ഒരു ഘട്ടത്തിൽ എത്തിച്ചേക്കാം ചിത്രം. അപ്പം എന്താ മേടിക്കില്ലേ? അതെ, വാങ്ങാം. സമ്മർദ്ദങ്ങൾക്കും അധികാരം ഉപയോഗിച്ചുള്ള ഭീഷണികൾക്കും പ്രലോഭനങ്ങൾക്കും വഴങ്ങാതെ മെക്കാനിക് ഉയർത്തിയ വിസമ്മതം ചലച്ചിത്രകാരന്റെ ആഗ്രഹം തന്നെയാകാം. മുഖ്യധാരാ സിനിമയുടെ മൂലധനാധികാരത്തോട് വിസമ്മതം അറിയിച്ച സിനിമയൊരുക്കുന്നവരുടെ രാഷ്ട്രീയം കൂടി ഇവിടെ വായിച്ചെടുക്കാം. ആർട്ട് ഹൗസ് ശ്രേണി സിനിമകളിലെ ഇഴഞ്ഞു വലിഞ്ഞു നീങ്ങുന്ന ആവർത്തന ഭാവമല്ല ക്രൈം നമ്പർ 89-ന്റേത്. പരിമിതമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിയ ചിത്രമായിരിക്കുമ്പോൾ തന്നെ ശബ്ദ സന്നിവേശത്തിലും ഛായാഗ്രഹണത്തിലും നിലവാരം പുലർത്തുന്നുമുണ്ട്. റിയലിസ്റ്റിക് ആഖ്യാനം അനുഭവപ്പെടുത്തുന്ന തരത്തിൽ തന്നെയാണ് പരിചരണവും. മെക്കാനിക്കായി അശോക് കുമാർ സൂക്ഷ്മചലനങ്ങളിലും ശരീരഭാഷയിലും ഭാവോജ്വലമാക്കി ആ കഥാപാത്രത്തെ. സുദേവന്റെ ഹ്രസ്വചിത്രങ്ങളിലെ സ്ഥിരം സാന്നിധ്യമായ അച്യുതാനന്ദനും സ്വാഭാവികതയോടെ കഥാപാത്രമായി. ഇന്നലെ രാത്രി നിങ്ങളുടെ അവിടുന്ന് എന്തൊരു ബഹളം കേട്ടായിരുന്നു? നമ്മൾ അടുത്ത വീട്ടിൽ രാഘവേട്ടൻ അയാൾ കള്ളു കുടിച്ചിട്ട് ഡെയിലി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വെട്ടുത്തിക്കായിട്ടുണ്ട് വരുന്നു. ഞാൻ പറഞ്ഞു നമ്മുടെ അവിടെ നടക്കില്ല. സാമൂഹ്യവേദകളും സമൂഹവും മൊണ്ടാഷുകളുടെയും പാസിംഗ് ഷോട്ടുകളുടെയും അഴകിന് മാത്രം പരിഗണിക്കപ്പെടുന്ന നമ്മുടെ സിനിമാ കൂട്ടത്തിനിടയിൽ ക്രൈം നമ്പർ 89 നമ്മൾ ജീവിക്കുന്ന കാലത്തിനുള്ള സിനിമയാണ്.